ഈ ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരമാണ്, 41,602. എറണാകുളം 40,297, തൃശൂർ 38,959, മലപ്പുറം 36,467, കൊല്ലമാണ് അതിനൊക്കെ മുൻപിൽ 36,555 4ാം സ്ഥാനം. 5 മലപ്പുറം 38,467 മലപ്പുറം 4ാം സ്ഥാനം. 36,555 കൊല്ലം 5ാം സ്ഥാനത്താണ്. പാലക്കാട് 36,235 അവര് 6ാം സ്ഥാനത്താണ്. നമ്മൾ വയനാട് പോലെയുള്ള ജില്ല സാധാരണ വ്യവസായത്തിന് അത്ര പറ്റിയതായി പരിഗണിക്കാത്തോടത്തും 10,297 പുതിയ സംരംഭങ്ങൾ. ഇടുക്കിയിൽ 11,891 സംരംഭങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിക്ഷേപം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്താണ്, 4,280 കോടി രൂപയുടെ നിക്ഷേപം. തൊഴിലവസരം എറണാകുളമാണ്, 96,592. നിക്ഷേപത്തിൽ 2ാം സ്ഥാനം മലപ്പുറമാണ്, 2,691 കോടി. തൊഴിലവസരവും മലപ്പുറം തന്നെയാണ്, 88,893. തിരുവനന്തപുരത്ത് നിക്ഷേപത്തിൽ 3ാം സ്ഥാനമാണ്, എണ്ണത്തിൽ അവരാണ് കൂടുതലെങ്കിലും 2,445 കോടി. തൊഴിലവസരം 85,075. എന്നാൽ 2,000-ന് മുകളിൽ നിക്ഷേപം വന്നിരിക്കുന്നത് കൊല്ലത്ത് 2,115 വന്നിട്ടുണ്ട്, തൃശ്ശൂർ 2,352, പാലക്കാട് 2,261, കോഴിക്കോട് 2,464, കണ്ണൂർ 2,028 പുതിയ സംരംഭങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ 1, 2, 3 എന്ന് പറയുമ്പോഴും ശരിക്കും 1, 2, 3 അതല്ല. കാരണം ഞങ്ങൾ ഓരോ ജില്ലയുടെയും പൊട്ടൻഷ്യൽ നോക്കിയിട്ട് അവർക്ക് ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നു ഓരോ വർഷവും. അത് വരുമ്പോൾ ഈ ജില്ലകൾക്കെല്ലാം വ്യത്യസ്തമായി ഞങ്ങളുടെ ടാർഗറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ഈ ദുർബല ജില്ലകൾ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടെന്നാണ് കാണേണ്ടത്. അപ്പൊ നല്ല ഒരു വിജയം കേരളത്തിന്റെ സംരംഭക മേഖലയിൽ ഉണ്ടാക്കാൻ സംരംഭക വർഷത്തിന് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പൊതുവെ പിന്നീട് മാധ്യമങ്ങളെല്ലാം നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ 85,000-നും 1-നും ഇടയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ 18 ലക്ഷമായി കേരളത്തിൽ. 18 ലക്ഷം. അത്രയും ഒരു ഘട്ടത്തിൽ ഇൻഫോർമൽ MSMEകൾ ട്രേഡ് എല്ലാം MSME നിർവചനത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ഹൈക്ക് കാണാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. ഇത് മാറിയ കേരളത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വ്യവസായ വകുപ്പിലെ ടീം ഉദ്യോഗസ്ഥർ വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വ്യവസായ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മുഴുവൻ ആളുകളും, ഉദ്യോഗസ്ഥരും അതുപോലെ നേരത്തെ ഇന്ത്യൻസ് ആയിരുന്നവർ, ഇപ്പൊ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നവർ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കും.